സെറ്റ് കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ നമ്മുടെ ഫോക്കസ് ഏരിയ നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എടുക്കുവാണെങ്കിൽ മില്ലർ ഇൻഡീസസ്, ബ്രാഗ്സ് ഇക്വേഷൻ, ക്രിസ്റ്റൽ ഡിഫക്ട്, ലിക്വിഡ് ക്രിസ്റ്റൽ, ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, റോക്ക് സോൾട്ട് സ്ട്രക്ചർ, ഫ്ലൂറൈഡ് സ്ട്രക്ചർ, ഡയമണ്ട് സ്ട്രക്ചർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പോഴത്തേന് മാക്സ്വൽ റിലേഷൻസ്, പിന്നെ ഇവിടുത്തെ മാക്സ്വൽ റിലേഷൻ്റെ കൂടെ തന്നെ വരുന്ന നമ്മുടെ എൻട്രോപ്പി, എൻതാൽപ്പി, സ്പോണ്ടേനിറ്റി കണ്ടീഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ, എൻസംബിൾസ്, റേറ്റ് ലോസ് കെമിക്കൽ കൈനറ്റിക്സിൽ വരുമ്പം റേറ്റ് ലോസും യൂണിറ്റ്, അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്, അരീനിയസ് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ടാഫിൽ പ്ലേറ്റ് ആൻഡ് ഫ്യൂവൽ സെൽസ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്, അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. സർഫസ് കെമിസ്ട്രിയിലോട്ട് വരുവാണെങ്കിൽ അഡ്സോർഷൻ, ഐസോതേർംസ്, കൊളോയിഡ്സ്, അവരുടെ പ്രോപ്പർട്ടി ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്, എക്സാമിനേഷൻ ഓഫ് സർഫസ്, എസ്ക പോലുള്ളത്, ഇതെല്ലാമാണ് നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫോക്കസ് ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് subscribe our channel.